യാതൊരു ആശങ്കയുമില്ല. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടും കൂടി ചേരുമ്പോൾ യാതൊരു സംശയവുമില്ല, വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും. കേരള കോൺഗ്രസ് പാർട്ടി എവിടെയാണോ അവരാണ്, ആ മുന്നണിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടി എന്ന് എവിടെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി ആ മുന്നണിക്ക് വിജയമുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ വേറൊരു വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിന്നോ അവിടെയാണ് വിജയം ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ചരിത്രവും കൂടി ഇക്കൂടി ഓർക്കണം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ എംപി ഫണ്ട് ചെലവഴിച്ച ഒരു എംപിയാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് കരുതുന്നു. യാതൊരു സംശയവുമില്ല. എംപി ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കുക മാത്രമല്ല ചെയ്തത്, പാർലമെന്റുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വികസന മേഖലകളിലും വലിയ മുന്നേറ്റം നടത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരൊറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. PMGSY പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 1425 കിലോമീറ്റർ റോഡുകളാണ്. ആ 1425 കിലോമീറ്റർ റോഡുകൾക്ക് 20 MP മാർക്കായി വിഭജിച്ചാൽ ശരാശരി ലഭിക്കുക 71 കിലോമീറ്റർ റോഡുകളാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അത് 92 കിലോമീറ്ററാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അത് ഏതാണ്ട് 30% മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതലാണ് എന്ന അഭിമാനബോധമുണ്ട്. 2, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുവാൻ ഇതുവരെ ഒരു മണ്ഡലത്തിലും കാര്യമായി കഴിഞ്ഞിരുന്നില്ല. ഞാൻ പാർലമെന്റിന്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അതിൽ ചെന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു, 10,000 കോടി രൂപയുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ നിക്ഷേപം ഈ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായിട്ട് വരുന്നുണ്ട്. അത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന് മൊത്തം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്ര ഗവൺമെന്റ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കി. ഏതാണ്ട് 1600-ലധികം ഭിന്നശേഷിക്കാർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. അതും വലിയ നേട്ടമായി ഞാൻ കാണുകയാണ്. ഇപ്പൊ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ ആർക്കും എന്തും വേണമെങ്കിലും പറയാമല്ലോ. KPCC പ്രസിഡന്റ് തിരിച്ചു പറഞ്ഞു. അത് ആര് വന്നാലും പ്രശ്നമല്ല. മണിപ്പൂരിലെ പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വീകരിച്ച അനുകൂല സമീപനമൊക്കെ കേരള കോൺഗ്രസിന് ഞാനത് സൂചിപ്പിച്ച പോലെ മതതരത്വത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. അതുകൂടാതെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ അതിന് നമുക്കറിയാം, മണിപ്പൂരിലെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ അവിടെ ചെന്നെത്തുകയും അവിടുത്തെ വിഷയങ്ങൾ അതെന്താണെന്ന് കൃത്യമായി അറിയുകയും അവിടെ എന്താണ് വേണ്ടതെന്നുള്ളതും നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ MP-മാർ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഈ മതേതരത്വവും അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ജനാധിപത്യവും ഫെഡറലിസവും നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്ന ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും നമ്മൾ കേന്ദ്രവും അതോടൊപ്പം തന്നെ അവരുടെ BJPയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ ഞങ്ങളങ്ങ് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ചിഹ്നമുള്ള സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴികാടനായിരിക്കും എന്നുകൂടെ പറയാനാണ്. ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്. ചിഹ്നമില്ല. 7 തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ വോട്ടുകൂടെ ഇങ്ങോട്ട് കിട്ടും. 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും 2 ചിഹ്നത്തിലാണ്.
8ാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും 2 ചിഹ്നത്തിലാണ്. ഒറ്റ ചിഹ്നത്തിൽ മാത്രമേ ഇതുവരെയും ഞാൻ മത്സരിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ കൂടി ആഗ്രഹിക്കുക. ഒരു പാർട്ടിയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഒരു ചിഹ്നത്തിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വസ്തുത എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകം എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. തുടർന്നുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി LDF പാളയത്തിൽ നിന്ന് ഇത്തവണ മത്സരിക്കും. 2019 MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് ചാഴിക്കാടൻ ഇത്തവണ LDF പാളയത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കുമ്പോൾ ഏറെ കൗതുകമുള്ള, അതിലേറെ രാഷ്ട്രീയ ശ്രദ്ധ നേടുന്ന മത്സരമാകും കോട്ടയത്ത് എന്ന് സംശയമില്ല. വിജയകുമാർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, കഴിഞ്ഞ തവണ നേർക്കുനേർ നിന്ന് പരസ്പരം പോരടിച്ച ആളുകളാണ് VN വാസവനും തോമസ് ചാഴിക്കാടനുമായിരുന്നു കഴിഞ്ഞ തവണ കോട്ടയം പാർലമെന്റിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. ഇത്തവണ VN വാസവൻ കൂടി തോമസ് ചാഴിക്കാടന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ വരാൻ പോകുന്നത്. എങ്കിൽ പോലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. UDF ഒപ്പമല്ല, LDFിലാണെങ്കിൽ പോലും കേരള കോൺഗ്രസ് അവരുടെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയും ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അത് അത്രത്തോളം പ്രതീക്ഷയുണ്ടോ അവർക്ക്? ഗോകുൽ, എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതാണ് ഗോകുൽ, ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോട്ടയത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. കോട്ടയത്തെ എന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പമായിരുന്നു. അതിന് ജനങ്ങൾ എന്നും അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ അംഗീകാരം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. വളരെ വലിയ വിജയസാധ്യതയാണ്. യെസ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കോട്ടയത്ത് യഥാർത്ഥത്തിൽ UDF കോൺഗ്രസ് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയത്തെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അത് കേരള കോൺഗ്രസിന് വഴങ്ങുമ്പോൾ, അതായത് KM മാണിയുടെ കാലത്ത് കേരള കോൺഗ്രസിന് വഴങ്ങുമ്പോഴും ആ വലിപ്പം, കോൺഗ്രസിന് ആ വലിപ്പം അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KM മാണിയുടെ തട്ടകം എന്ന ഒരു 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 അംഗീകാരം എന്ന മട്ടിൽ, അത് ഒരു ഔദാര്യം എന്ന മട്ടിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആര് എന്നതിൻ്റെ പരിശോധന കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കും എന്ന് വേണമെങ്കിൽ കരുതാം. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്തവണയും അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടം. ഇപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തിരിക്കുന്ന സീറ്റാണത്. ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് തന്നെയാണ് അവിടുന്ന് ഉയരുകയും ചെയ്യുന്നത്. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയാണ്. തോമസ് ചാഴിക്കാടൻ പറയുന്ന ഏതാണ്ട് അതേ അവകാശവാദങ്ങൾ വേറൊരു തരത്തിൽ അദ്ദേഹത്തിനും ഉണ്ടെന്ന് തോന്നുന്നു. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ആ നിലയിൽ ഈ കാർഷിക പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കുന്നതിൽ അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു. ഇടുക്കി MP എന്ന മട്ടിൽ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ അത് ഒരു MP എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ രണ്ടുപേരെയും താരതമ്യം ചെയ്യാവുന്നതാണ്. അത് ആ പ്രകടനങ്ങൾ ആ മട്ടിൽ താരതമ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, വലിയ വൈരത്തോടെയുള്ള പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി കോട്ടയം ആ നിലയ്ക്ക് മാറുകയാണ്. പിറവം, പാലാ, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി ഈ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. ഇവിടെ തോമസ് ചാഴിക്കാടൻ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് 2 ചിഹ്നം എന്നതാണ് വലിയ അഡ്വാൻറ്റേജ് എന്ന്. അപ്പോൾ ജോസ് കെ മാണിയും അത് പറയുന്നുണ്ട്, ചിഹ്നമില്ലല്ലോ അവർക്ക് എന്ന് പറയുന്നു. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്ന, കുറേ മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ നടന്ന ഈ ചിഹ്നത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടൽ, നിയമ പോരാട്ടമൊക്കെ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. 2 ചിഹ്നം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കോട്ടയത്ത് ഈ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുമ്പോൾ എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പോഴും അവിടെ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യം, UDFന്റെ വോട്ട് ബാങ്ക്, അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, കുറവ് വരാൻ അല്ലെങ്കിൽ ആ നിലയിലുള്ള
ഒരു കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് പോയപ്പോഴുണ്ടായിരിക്കുന്ന ഒരു ശൂന്യത, അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവരുടെ കോട്ടയെന്ന് എല്ലാ കാലത്തും അവർ ഉറച്ചു കരുതിയിരിക്കുന്ന ഒരു UDF മണ്ഡലം അതിലേതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ മുന്നണി മാറ്റം മാറിയിട്ടുണ്ടോ എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പാല അടക്കം ഉള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണി വലിയ മുന്നേറ്റം ഉണ്ടായപ്പോഴും KM മാണിയുടെ തട്ടകത്തിൽ പാർട്ടിക്ക് കാലിടറിയത് നമ്മൾ കണ്ടതാണ്. കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ജോസഫ് ഗ്രൂപ്പ് ജയിച്ചു, അത് നമ്മൾ കണ്ടതാണ്. പിന്നീട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള കോൺഗ്രസ്സിന് അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടില്ല, അത് UDFിലേക്ക് പോയി എന്ന വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഒക്കെയുള്ള സ്വഭാവം കാണിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ രണ്ട് പാറ്റേണിലുള്ള വോട്ടിംഗ് തന്നെയാണ് കേരളത്തിൽ നടക്കുക. അതിൽ കോട്ടയം എങ്ങനെ ചിന്തിക്കുന്നു? ആദ്യത്തെ സ്ഥാനാർത്ഥി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി തോമസ് ചാഴികാടൻ തന്നെ വരുന്നു. പ്രചാരണത്തിൽ അതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അത് കുറേ ഏറെ മുന്നോട്ട് പോകാൻ LDFനെ അത് സഹായിക്കുകയും ചെയ്യും. കടുത്ത രാഷ്ട്രീയ പോരാട്ടം പ്രതീക്ഷിക്കാം ഗൂഗിൾ അവിടെ. ഏതായാലും ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിൽ വരുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. ഇത്തവണ ഏറെ കൗതുകമുള്ള, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി ജയിച്ച തോമസ് ചാഴികാടൻ ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അതേ 2 ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ LDFിൻ്റെ പാളയത്തിൽ നിന്നാണ് വോട്ട് തേടുന്നത്. അത് ഇരു പാർട്ടികൾക്കും, അത് കേരള കോൺഗ്രസ് എമ്മിനായാലും ഒപ്പം കോൺഗ്രസിനായാലും, കോൺഗ്രസ് ആണോ കോട്ടയത്ത് കരുത്തർ അതോ കേരള കോൺഗ്രസ് ആണോ എന്നൊരു ചോദ്യം ആ ബലാബല പരീക്ഷണം കൂടിയാവും. ഒപ്പം ജോസഫ് വിഭാഗവും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു പോര് കൂടിയാവും കോട്ടയത്തെ മത്സരമെന്നത് ഉറപ്പാകുന്നു. ഏതായാലും കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടയത്ത്. തോമസ് ചാഴികാടൻ LDF സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് 2ാം അംഗത്തിനിറങ്ങുന്നു.